അതെ, പകല് വന്ന് കാണണമായിരുന്നു കേട്ടോ ഷിപ്പ്. ഇതിവിടെ വന്ന എന്താ സാറേ ഷിപ്പിൻ്റെ പേര്? യൂറോ ഡാമാ കണ്ടോ, വലിയ ഷിപ്പാ. 2 ഷിപ്പുണ്ട് ഇവിടെ. ആ നമ്മളിവിടെ വന്നിട്ടുണ്ട് സാറേ, നമ്മൾ വന്ന് ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ഏത്? ആ കണ്ടിട്ടുണ്ട്. ആ ഷിപ്പിൻ്റെ മുകളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് വന്നണ്ടാ. അതാ എന്തോരം വലിയ ഷിപ്പ്. ഹോളണ്ട് അമേരിക്ക ലൈനിലെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമിഗ്രേഷൻ അല്ലേ? ആ, അത് ഇമിഗ്രേഷൻ. എത്ര കുഞ്ഞ് ഇമിഗ്രേഷൻ. ഇതിൽ എത്ര ആൾക്കാരുണ്ടാവും സാറേ? ഏകദേശം ഒരു 500 പേരുണ്ടാവില്ലേ? ഏതാ ലിഫ്റ്റ്? ആ, ഷിപ്പിൽ ലിഫ്റ്റില്ല. അതാണ് ലിഫ്റ്റ് കേട്ടോ. അതാ കുഞ്ഞ് കാണുന്ന സംഭവം ലിഫ്റ്റാ. എത്ര നിലയാണ്? ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലുണ്ടാവുമോ നില? ഇല്ല. ഈ ഷിപ്പ് നമ്മൾ സാധാരണ നടക്കാൻ പോകുന്ന കാണുന്ന ഷിപ്പുകളാണ്. ഇതിൻ്റെ മുകളിലത്തെ ലൈനില്ല, ലൈറ്റ്. ഓ, ആ ലിഫ്റ്റ് അതിൻ്റെ ഏറ്റവും മുകളിൽ വരെയും പോകുന്നുണ്ട്. അല്ല, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ലിഫ്റ്റ് കയറണം തോന്നുന്നു. അതാണ് ലിഫ്റ്റ്. ആ, ഓ, പുറകിലുള്ള ഷിപ്പ് ഇവിടെ നിന്ന് കാണുന്നില്ല. ശരി, ഓക്കെ, സൂപ്പർ. എവിടെ ലിഫ്റ്റ്? നമ്മുടെ ലിഫ്റ്റ് കണ്ടോ? അതാ ലിഫ്റ്റ് മുകളിൽ പോകുന്നു. ആ, കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുവരെ ഉള്ളൂ. അല്ല, അതിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിട്ട് വേറെ കയറണം തോന്നുന്നു. അതിൻ്റെ മുകളിൽ 2 നിലയുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ എന്തായാലും ഷിപ്പ് കണ്ടു വന്നിട്ട്. ആര്? ആ, ഇതാണ് ഞങ്ങളുടെ ഇമിഗ്രേഷൻ. എന്തായാലും നമ്മൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഷിപ്പ് കണ്ടു. ഇത് തിരിച്ചു പോകാം. ഇതിവിടെ ഈ റെസ്റ്റോറൻറ്റ് പേരെന്താ സാറേ? 8 PM? 5 PM. ശരി. ഇത് റിനൈസൻസ് ഹോട്ടലാണ്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള ഹോട്ടലാണെന്ന് തോന്നുന്നു. നമ്മൾ സൂപ്പർ ഹോട്ടലാണ് അവിടുത്തെ. ആ, സംവേർ 5 o'clock സംവേറാ. അത് കൊള്ളാട്ടോ. കസീനോ ആണ് ഇവിടെ. വൈൽഡ് ക്രീക്ക് കാർണിവൽ. ഇത് ഇവിടുത്തെ ഷോപ്പ്. ഒരു നല്ല ക്രിസ്മസ് ആയതുകൊണ്ട് നെതർലാൻഡ്സിൽ ക്രിസ്മസൊക്കെ ഇവിടെ ആഘോഷിക്കും നമ്മൾ. പിന്നെ സാറേ, ഈ സ്ഥലത്ത് ഈ സെൻറ്ററിൻ്റെ പേരെന്താ ശരിക്കും? ആ, ഇതാണ് റിഫ് ഫോർട്ട് അല്ലേ? ആശാൻ പിന്നെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ക്രിസ്മസ് ട്രീ. അവിടെ ചീച്ചി ഉണ്ട്. അതെ. എന്താ? ആ, ലൈറ്റിങ് വന്നില്ല അല്ലേ? ഇവിടെ ഒരു ഫൗണ്ടെയിനൊക്കെ ഉണ്ടല്ലോ. ഫൗണ്ടെയിൻ. ഓ, ലൈറ്റിങ് നന്നായിട്ടുണ്ട് കേട്ടോ. ആ പനയിൽ ലൈറ്റിങ് കണ്ട നല്ല ഭംഗിയല്ലേ? അതെ. നമ്മുടെ മറ്റേ ബാസ്കിൻ റോബിൻസിൽ അന്നത്തെ ഓഫർ ഉണ്ടാ? ഓ, ഇതാ നിങ്ങൾ വീട്ടിൽ വെച്ചല്ലേ സെമി ചേച്ചി? ഷൂസ്. ഇതെന്താണ്? ഇത് ഇവിടുത്തെ ലെക്കല്ലേ? ആ, അതുണ്ട് അവിടുത്തെ ഒരു കടയുള്ള. സെമി ചേച്ചി, നമുക്ക് ഒരു ദിവസം ഇതിൽ പോയിട്ട് എടുക്കണം കേട്ടോ വീഡിയോ. കയറാൻ പറ്റുക? കണ്ടോ എന്ത് ഭംഗിയാ. ഇതൊക്കെ ഇവിടുത്തെ സൊവനിയർ പോലത്തെ സംഭവങ്ങളാണ്. ആ ഷൂസൊക്കെ. ഓ, ഇതാണുള്ളതാ സെമി ചേച്ചി നിങ്ങളുടെ വീട്ടിൽ വെച്ച സാധനം? പുതിയ വീടായിട്ട് വേണേൽ വാങ്ങിച്ചോളൂ. ആ, മറ്റേ ഇത്
ഇവിടുത്തെ ഒരു ഫോർട്ടാണ് ഇതാണ് റിഫ് ഫോർട്ട്. അതിൻ്റെ പീരങ്കിയാണ് റിഫ് ഫോർട്ടിൻ്റെ പീരങ്കി. എവിടെ മറ്റേ അത് കാണട്ടെ. മറ്റേ നമുക്ക് എന്താണ് അതിൻ്റെ പേര്, മോൺസ്റ്റർ ട്രക്ക് കണ്ടിട്ട് വരാം. ബ്രിഡ്ജ് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിവിടെ ഇരിക്കാനാ, നമുക്ക് പോയിട്ട് വരാം. വാ, മോൺസ്റ്റർ ട്രക്കൊക്കെ ഒന്ന് കാണും. ഈവനിങ് വാക്കെന്ന് പറഞ്ഞിട്ട് നടക്കാതിരിക്കുകയാണ്. മോശം. അതല്ലേ നമ്മുടെ പാർലമെൻറ്റ്, അതല്ലേ പാർലമെൻറ്റ്, നന്നായി ഭംഗിയുണ്ടല്ലോ പാർലമെൻറ്റ്. ഗവർണർ ഓഫീസ്, ഇതാണ് കുറസാ ഗവർണർ ഓഫീസ്. ഈ പാലത്തിൽ കൂടെയുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള നല്ല ഭംഗിയല്ല. ഇത് കടലിന് കുറുകയാണ്, കടലല്ല, കടലിൻ്റെ ഒരു കനാല്. അല്ല കഴിഞ്ഞ് ഇനിയിപ്പോൾ അധികം നടക്കാനില്ലല്ലോ. ലൈറ്റ് കുറവാ, ശരിയാ. ന്യൂ ഇയർ അല്ലേ. കണ്ട അതിൻ്റെ ഫ്രണ്ട്, നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇത്ര ക്രോസ് ചെയ്താലോ. നമ്മൾ ഈ ട്രക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം നടന്ന് വന്നത്. എവിടെ? ആംസ്റ്റർഡാമിലാ? അല്ല, ദുബായിലും അങ്ങനത്തെ. പൊന്നോ, എന്താ ഹൈറ്റ് വണ്ടിയുടെ. അതെ, അയാളുടെ അത്ര ഹൈറ്റ് ടയർ. അതെ, മോൺസ്റ്റർ ടെക് എഡിഷൻ നവംബർ 30 ടു ഡിസംബർ 2000. ഫോർഡിൻ്റെ ആണ്. അപ്പോൾ ഈ ഫോർഡിൻ്റെ ബോഡി അതിൽ കയറ്റിയിട്ട് ഇതേണ്ട. ഇതാണ് മോൺസ്റ്റർ ട്രക്ക്. എൻജിനൊക്കെ ഇവർ സെറ്റ് ചെയ്ത എൻജിനല്ലേ? അതും ഇതും വേറെയാ. സാർ അവിടെ നിന്നേ. അപ്പോൾ ഹൈറ്റ് അറിയാം, സാറിൻ്റെ അത്ര ഹൈറ്റാണ് അതിൻ്റെ ടയറിന്. ആലോചിച്ച് നോക്കിയേ.